വന്നിട്ടുള്ളത് നമ്മുടെ ഖത്തറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. പറഞ്ഞു തന്നാൽ നമ്മൾ ഈ ഖത്തർ, ഈ ഗൾഫ് കൺട്രീസൊക്കെ പണ്ടൊക്കെ എൻ്റെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മരുഭൂമി, അതിൽ കുറേ ഒട്ടകങ്ങൾ പോവുക, പിന്നെ ആട് മേക്കണ ആൾക്കാർ, ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുള്ളൊരു ചിന്താഗതി. ഈ ഖത്തറിൽ വന്നപ്പോഴല്ലേ ഖത്തറിന് ഇത്ര ഭംഗിയുണ്ടെന്നും ഈ ഗൾഫ് കൺട്രീസ് ഇത്രയും മാറ്റം ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഖത്തറിൽ വന്നിട്ട് ഈ പറഞ്ഞ ഒട്ടകത്തിനെയും കണ്ടിട്ടില്ല, മരുഭൂമിയും കണ്ടിട്ടില്ല. മരുഭൂമി കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഈ പുഴിമണൽ ഇങ്ങനെ ഒഴുകണ പോലത്തെ മരുഭൂമിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ ഖത്തറിലാണെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ, നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അതൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ ഒരു വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങോട്ടാണ് പോവുക? മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ. ഇപ്പോൾ പിന്നെ ആൾക്കാർ യൂറോപ്പ് ട്രിപ്പായി, മലേഷ്യയായി, സിംഗപ്പൂരായി, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോവാം. പക്ഷെ എന്നാൽ ഒരുവിധം സാധാരണക്കാരൊക്കെ പോകുന്നത് നമ്മുടെ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ അങ്ങനത്തെ സ്ഥലങ്ങളിലല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മളെ പ്രവാസികൾക്കും അതല്ലാത്ത ഈ ഗൾഫിലുള്ള സാധാരണ അവരെ നാട്ടുകാർക്കും ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ട്. അപ്പോൾ ശരിക്കും നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഒരു സൈഡ് നമ്മുടെ ഗൾഫ് കൺട്രിയും ഒരു സൈഡ് യൂറോപ്പും പോലെ എനിക്ക് തോന്നിയത്. അത്ര രസമുണ്ട് കാണാൻ, നല്ല ഭംഗിടിച്ച് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. സംഭവം ഞങ്ങൾ പോയ സമയത്ത് നല്ല ചൂടുള്ള സമയമായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പനയുടെ ഓല ഇങ്ങനെ ഇതാക്കിയിട്ടിരിക്കുകയാണ്, അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ സൈഡിൽ കൂടെ നടക്കുമ്പോൾ എന്തൊരു തണുപ്പായിരുന്നു പറയുക, ഒരു ചൂട് പോലും നമുക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇവിടെ പരിപാടിയും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കച്ചവടത്തിൻ്റെ കുറേ സാധനങ്ങൾ അവിടെയൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഒരാളും അത് എടുക്കുന്നൊന്നുമില്ല. അത് അവരൊരു വിശ്വാസത്തിൻ്റെ പേരിലാക്കുന്ന. ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. നമ്മളെ നാട്ടിലത്തെ പോലെയല്ല. നമ്മളെ നാട്ടിൽ എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ ഒരു തൊപ്പിയെങ്കിലും അടിച്ച് മറ്റോത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് സാധനങ്ങൾ കച്ചവടത്തിൻ്റെ അവിടെ അവർ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഒരു രസമായിട്ട് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വികസന രാജ്യമായിട്ട് ഇവരുടെ ഓരോ കടകൾ, ചില കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പരമ്പരാഗത രീതിയിലാണ് അവർ കടകൾ പണിതിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ചെറിയ പീടികകളൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ ഉണ്ടൊക്കെ കാണുമ്പോൾ തോന്നിയത്. അതുപോലെ തന്നെ അവർ പണിതിട്ടിട്ടുള്ളതും. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട ശേഷം ഇനി നേരെ നമ്മൾ യൂറോപ്പിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇവിടെ നിന്നിട്ട് കയറുന്ന സമയത്ത് തന്നെ അതിനൊരു ഭംഗിയുണ്ട്, ഒരു പ്രത്യേക യൂറോപ്പ് ടച്ചിലാണ്. അതായത് വളരെ വ്യത്യാസമാണ്. നമ്മൾ ഒരു സൈഡ് ഫുള്ളൊരു ഖത്തറിൻ്റെ ഭംഗിയും ഒരു സൈഡ് ഫുള്ളൊരു യൂറോപ്പിൻ്റെ ഭംഗിയാണ് എനിക്ക് ശരിക്കും തോന്നിയത്. ഇതിൻ്റെ അഭിപ്രായമാണ്. കാണുന്നവരും പോയവരും പലർക്കും പല അഭിപ്രായമായിരിക്കും. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ് കേട്ടോ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്പ് കൺട്രിയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ വ്ളോഗ്സും വീഡിയോസൊക്കെ ഞാനിരുന്ന് കാണുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയത് ഒരു യൂറോപ്പ് കൺട്രിയിൽ പോകുന്നൊരു ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. സംഭവം അടിപൊളിയായിരുന്നു. ഈ ഭാഗത്ത് നല്ല ചൂടുണ്ടെങ്കിലും ഈ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. കുന്നും മലയൊക്കെ കയറുന്ന പോലെ നല്ല ഹൈറ്റിൽ കയറാനുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ മേലെ കയറിയിട്ടുള്ള സംഭവം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കഷ്ടപ്പാടൊന്നും നമ്മൾ നോക്കില്ല. കുട്ടികളെ മക്കളൊക്കെ പിടിച്ച് വലിച്ച് നമ്മൾ അതിൻ്റെ മേലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് കാണുന്ന വ്യൂ ഉണ്ടല്ലോ എൻ്റെ മോനെ, ഒരു രക്ഷല്ല, അടിപൊളിയാണ്. ആ ഖത്തറിൻ്റെ മൊത്തം ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ നമുക്കത് കാണാൻ പറ്റും. അപ്പം മക്കളൊക്കെ അതിൻ്റെ മേലെ കയറിയപ്പോൾ പൂവൊക്കെ പൊട്ടിച്ചിട്ട് ഉമ്മച്ചി ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിച്ച് കൊടുന്നേരാണ് കേട്ടോ. അപ്പോൾ മേലെ ചെന്ന് നോക്കി നോക്കുമ്പോൾ ഷിയാബൊക്കെയും ചാച്ചൊക്കെയും അവരൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ. അപ്പോൾ നിങ്ങളും കണ്ടു നോക്കി നോക്കി ഇതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ. കാണാത്ത ഒരുപാട് പേരുണ്ടാവും, കണ്ടവരുണ്ടാവും. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അവിടെയൊക്കെ ഇടയ്ക്കൊക്കെ പോകണം. പക്ഷെ നമ്മൾ പോയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഖത്താരയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരത്തോടു കൂടി പോകണം കേട്ടോ. പോയാലാണ് നമുക്കത് മൊത്തത്തിൽ കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ പോയിട്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല. അത്രയധികം ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖത്താര മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അത് അത്രമാത്രം ആ ഭാഗത്ത് കാണാനുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ വന്നിട്ടുള്ള ഈ പാർക്കിൽ തന്നെ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ വേറൊരു പാർക്കുണ്ട്. അതിൽ നമ്മുടെ വെള്ളച്ചാട്ടമല്ല, നമ്മുടെ എന്താ പറയുക, അരുവിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോകാനുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൻ്റെ ബിൽഡിംഗ് ഉണ്ട്.
പിന്നെ നമ്മുടെ ബ്ലോസം പൂത്ത് നിൽക്കുന്നതിൻ്റെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അത് സംഭവമുണ്ട്, അതൊക്കെ കാണാനുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കാണാനുള്ള നേരം കിട്ടിയില്ല. കാരണം അത്യാവശ്യത്തിലധികം തന്നെ ഇവിടെ തന്നെ കാണാനും കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ നിറയെ ഇങ്ങനെ പിങ്ക് പൂക്കൾ വീണെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ ഡ്രസ്സും പിങ്ക് തന്നെയല്ലേ, നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാം. നല്ല രസമുണ്ട്. എന്നിട്ട് അവിടുന്ന് ഫോട്ടോസ് എടുത്ത് ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ കൊടുക്കാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അരുവിണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അന്വേഷിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയി. പക്ഷേ പോയപ്പോൾ നമ്മളെ മനസ്സിന് ഭയങ്കര വിഷമമായി. കാരണം നമ്മൾ ഉദ്ദേശിച്ച അരുവിയല്ല അവിടെ കണ്ടത്. കാരണം നമ്മൾ വീഡിയോസിലൊക്കെ നല്ല ഭംഗിയുള്ള വലിയ അരുവിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് നോക്കിക്കുമ്പോൾ കുഞ്ഞിതാണ്. അവന് മനസ്സ് വിഷമമായി. പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ, എന്നാണ്ട് ഉള്ളത് വെച്ച് ആസ്വദിച്ചിട്ട് പോകാമെന്ന് വെച്ച് നോക്കുമ്പോണ്ട് ചാച്ചൊക്കെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇപ്പുറത്തല്ല അപ്പുറത്താണ്. ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യത്തിലധികം കാണാണ്ട്. നമ്മൾ ഇതുള്ളൂ നമ്മൾ വിചാരിക്കും, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണാണ്ട്. അപ്പോൾ നോക്കി നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നോക്കി നോക്കുമ്പോൾ അവിടെ നിറച്ചും ജനങ്ങളുണ്ട്. എന്നാൽ ആൾക്കാരനൊന്നും നമ്മൾ ഇപ്പുറത്ത് കാണാനില്ല. കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച് നമ്മൾ വീട്ടിൽ പോകാൻ പറ്റില്ല. കാരണം അവിടെ ചെന്ന് നോക്കി നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ അരുവി കാണാൻ വന്നൊക്കെ. എന്ത് രസമാണ് കാണാനെന്നറിയോ. ഇങ്ങനെയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും അത് അവിടെ ശരിക്കുള്ളതാണ്, അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ നിറച്ചും കുറേ നാരങ്ങയുടെ പോലെ ഒരിതുണ്ട്. അപ്പോൾ ഞാനിത് എന്താണെന്ന് സെക്യൂരിറ്റി വെച്ചപ്പോൾ അവർ പറഞ്ഞ് ഓറഞ്ചാണെന്ന്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ തൊടുമ്പോഴത്തേനും ഇങ്ങനെ വീണ് പോകണം. ചിലപ്പോൾ മഞ്ഞുകാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കാവായിരിക്കും തോന്നുന്നു. ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ അതങ്ങനെ വീണ് പോകുന്നതാവാം. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ വണ്ടിയിലൊന്ന് താഴത്തോട്ട് പോകണമെന്ന്. നമ്മൾ കുറേ നേരം കാത്തുനിന്ന് പോണ വണ്ടി മുഴുവൻ ആൾക്കാരാണ്. അപ്പോൾ വരുമ്പോഴെങ്കിലും കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കി നോക്കുമ്പോഴാ അതിൽ അവിടുന്ന് മേലെ നിന്ന് ആൾക്കാരെ കയറ്റിയിട്ട് താഴത്തോട്ട് പോകണം. പിന്നെ കുറേ നേരം നിന്നപ്പോൾ കാത്തുനിന്നപ്പോൾ സംഭവം നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കയറാമെന്നും പറഞ്ഞിട്ട് നമ്മൾ വണ്ടിയിലും കയറിയിട്ട് നമ്മൾ താഴത്തോട്ട് വന്നു. അപ്പോൾ താഴത്ത് വരുമ്പോഴാണ് അവിടെ ഗിഫ്റ്റ് ബോക്സിൻ്റെ ബിൽഡിങ്, പിന്നെ യൂറോപ്പിൻ്റെ മോഡൽ അവിടുത്തെ മോഡലിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.